ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്യൂച്ചർ. ഞാൻ SL ആണ്, നിങ്ങളുടെ ഫിസിക്സ് ഫാക്കൽറ്റി. സോ എല്ലാവരും നീറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയാക്കി ഫൈനൽ എക്സാമിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. സോ ഈ ഒരു ലാസ്റ്റ് സമയത്ത് നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇക്വേഷൻസ്, ക്വസ്റ്റ്യൻസ്, നമ്മൾ ഏറ്റവും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്, ഇതാണ് നമ്മൾ ഈ സീരീസിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഫ്യൂച്ചറിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മുടെ പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യം റിക്വസ്റ്റ് ചെയ്യാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൈനമാറ്റിക്സ് എന്ന് പറയുന്ന +1 ഫിസിക്സിലെ 2 ചാപ്റ്റേഴ്സ്, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനും മോഷൻ ഇൻ പ്ലെയിനും. ഈ 2 ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ അതിന് കൂടെ ആവശ്യമുള്ള തിയറിയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ കോൺസെപ്റ്റ് വൈസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാം റെഡി ആണല്ലോ, നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A particle moving in straight line covers half the distance with a speed 6 meters per second. The other half is covered in 2 equal time intervals with speed 9 meters per second and 15 meters per second respectively. Average speed of the particle during the motion is. So ഈ ചാപ്റ്ററിലെ ആദ്യ ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ആവറേജ് വെലോസിറ്റി കാണുന്ന ക്വസ്റ്റ്യൻ. അതിലുള്ള ഒരു വെറൈറ്റി പാറ്റേൺ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് 3 ഡിഫറെൻറ്റ് വെലോസിറ്റി തന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടൈം ഇൻ്റർവെലിനെ കുറിച്ചും ഡിസ്റ്റൻസിനെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തു പോകാൻ പറ്റും. സോ ആദ്യം പറയുന്നത്, ഇറ്റ് കവേഴ്സ് ഹാഫ് ദ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് 6 meters per second. ദ അതർ ഹാഫ് ഈസ് കവേർഡ്. സോ നമുക്ക് ആ മൂവ്മെന്റിനെ ആദ്യം 2 ഹാഫ് ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 2 ഹാഫ് ഡിസ്റ്റൻസ് ആണ് ഇത്. അതിന്റെ ഹാഫ് ഡിസ്റ്റൻസ് നമുക്ക് എസ് എന്ന് വിളിക്കാം. ദി റിമൈനിങ് ഹാഫ് ഡിസ്റ്റൻസ് അവിടെയുണ്ട്. ആദ്യത്തെ ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്തത് 6 meters per second. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് അവിടെയുണ്ട്. ആ നെക്സ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് 2 ഈക്വൽ ടൈം ഇൻ്റർവെല്ലാണ്. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ അതർ ഹാഫ് 2 ഈക്വൽ ടൈം ഇൻ്റർവെൽ, ടൈം ടി എന്ന് വിളിക്കാം, അടുത്ത ടൈമും ടി എന്ന് വിളിക്കാം. ഈ 2 ടൈം ഇൻ്റർവെല്ലിൽ ആ ബോഡി പോയിരിക്കുന്ന 2 വെലോസിറ്റീസ് ആണ് 9 meters per second ആൻഡ് 15 meters per second. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ മോഷന്റെ ആവറേജ് സ്പീഡ് വെലോസിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. എന്ത് ചെയ്യാം? നിങ്ങൾക്ക് 2 ഈക്വൽ ടൈം ഇൻ്റർവെല്ലിലെ ആവറേജ് സ്പീഡ് കാണാനുള്ള ഷോർട്ട് കട്ട് ഇക്വേഷൻ അറിയാമോ? യെസ്, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. ഈക്വൽ ടൈം ഇൻ്റർവെൽ ആണെങ്കിൽ ആവറേജ് സ്പീഡ് കാണാൻ, സോ നമ്മൾ ഈ ഒരു പാർട്ടിന്റെ മാത്രം ആവറേജ് സ്പീഡ് ആദ്യം കാണുകയാണേ. ഇതിന്റെ മാത്രം ആവറേജ് സ്പീഡ് കാണുമ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. വി ആവറേജ് ഇസ് ഈക്വൽ ടു V1 + V2/2 എന്നാണ് ഇക്വേഷൻ. നമ്മൾ നോർമൽ ആവറേജ് കാണുന്ന അതേ ഇക്വേഷൻ തന്നെ ഇവിടെ യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 9 + 15 / 2. സോ 9 + 15 എന്ന് പറയുമ്പോൾ 24 ആണ്. 24/2 എന്ന് പറയുമ്പോൾ അത് 12 meters per second എന്ന് കിട്ടി. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഈ ടോട്ടൽ മോഷന്റെ ഈ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ദൂരമുണ്ടല്ലോ, അതിൽ 2 ഈക്വൽ ടൈം ഇൻ്റർവെൽ വന്നില്ലേ, അവിടെയുള്ള ആവറേജ് വെലോസിറ്റി കണ്ടു കഴിഞ്ഞു. അത് നമുക്ക് ടോട്ടലി 12 എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു ഹാഫ് ഡിസ്റ്റൻസ് 6 meters per second അടുത്ത ഹാഫ് ഡിസ്റ്റൻസ് ടോട്ടൽ 12 ട്രാവൽ ചെയ്യുന്നത്. ഈക്വൽ ഡിസ്റ്റൻസ് വന്നാൽ ആവറേജ് വെലോസിറ്റി കാണുന്ന ഫോർമുല എന്തായിരുന്നു? യെസ്, ദിസ് ഈസ് അനദർ ഫോർമുല. അവിടെ നമുക്ക് വി ആവറേജ് കാണുന്ന ഫോർമുല എങ്ങനെയാണ്? വി ആവറേജ് ഇസ് ഈക്വൽ ടു 2V1 V2 / V1 + V2. സോ ഈ ഇക്വേഷൻസ് ഒക്കെ കാണുമ്പോൾ മക്കൾ മനസ്സിലായിക്കൊള്ളണം, ആവറേജ് വെലോസിറ്റി കാണാൻ പല സിറ്റുവേഷൻസിനും അനുസരിച്ച് പല ഇക്വേഷൻസ് ആണ് വരുന്നത്. ഒരു ഇക്വേഷൻ മാത്രം ബൈഹാർട്ട് ചെയ്ത് എല്ലാ ഫോർമുലയിലും എല്ലാ സിറ്റുവേഷനിലും അത് തന്നെ ഉപയോഗിച്ചേക്കരുത്. സോ ഇവിടെ നമ്മൾ ചെയ്തത് ഈക്വൽ ടൈം വരുമ്പോൾ ഇങ്ങനെയാണ് ആവറേജ് വെലോസിറ്റി. എന്നാൽ ഈക്വൽ ഡിസ്റ്റൻസ് വരുമ്പോൾ മറ്റൊരു ഇക്വേഷൻ ആണ് നമുക്ക് ആവറേജ് വെലോസിറ്റി ഉള്ളത്. ദാറ്റ് ഈസ് 2V1 V2 / V1 + V2. സോ 2 × 6 × 12 / 6 + 12 എന്ന് കിട്ടും. നിങ്ങളിത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 8 meters per second എന്നായിരിക്കും. സോ നിങ്ങൾക്ക് ഓപ്ഷൻ ഡി അവിടെ മാർക്ക് ചെയ്യാം. സോ ആവറേജ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട 2 കോൺസെപ്റ്റുകൾ മിക്സ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The velocity versus time plot of a particle is shown in the figure.
for a time interval of 40 seconds. The total distance traveled by the particle and the average velocity during this period are respectively. So, ഗ്രാഫുകൾ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് അഗെയിൻ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലേഷൻ ടൈം ഗ്രാഫ്, പല ഗ്രാഫുകളുടെയും ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്താൽ കിട്ടുന്ന ചില ഇൻഫർമേഷൻ, സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ ദിസ് ഈസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റൻസോ ഡിസ്പ്ലേസ്മെന്റോ കാണുക? യെസ്, ഇത് ഒരു പോസിറ്റീവ് പാർട്ടിലേക്ക് മാത്രമുള്ള ഗ്രാഫ് ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ച് ടോട്ടലി സം ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കിട്ടും. ഈ ഗ്രാഫിന്റെ പ്രശ്നം എന്താ? ഈ ഗ്രാഫിന്റെ കുറച്ച് ഭാഗം പോസിറ്റീവ് പാർട്ടിലും ബാക്കി നെഗറ്റീവിലല്ലേ കിടക്കുന്നത്. അങ്ങനെ വന്നാൽ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഡിസ്റ്റൻസിലേക്കും ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്തുക? ഓർമ്മയുണ്ടോ? യെസ്, നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈ ഏരിയ കണ്ടുപിടിക്കുന്നു, ഈ ഏരിയ കണ്ടുപിടിക്കുന്നു, ആ രണ്ട് ഏരിയയും സം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡിസ്റ്റൻസ് ആയിരിക്കും. എന്നാൽ നമ്മൾ ഈ ഏരിയ കാണുന്നു, ദെൻ ഈ ഏരിയ കാണുന്നു, അത് പരസ്പരം മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കാണുമ്പോൾ ഈ ഒരു വ്യത്യാസം, പ്രത്യേകിച്ച് ഗ്രാഫ് നെഗറ്റീവിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് വിട്ടുപോകരുത്. സോ നമ്മൾ ആദ്യം ഏരിയ ഒന്ന് കണ്ടാലോ. ഈ ഒരു പോർഷന്റെ മാത്രം ഏരിയ നമുക്ക് എങ്ങനെ കാണാം? ഏരിയ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണ്. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഹാഫ് BH. പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ച എല്ലാവരും, ഹാഫ് ബേസ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ട്രയാങ്കിൾ പോർഷന്റെ ബേസ് 20 ആണ്, ഹൈറ്റ് 5 ആണ്. സോ ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു 5, അപ്പോൾ അത് നിങ്ങൾക്ക് 50 മീറ്റർ എന്നല്ലേ കിട്ടുന്നത്. ആ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുന്നു 50. അത് ഡിസ്റ്റൻസിനെയോ ഡിസ്പ്ലേസ്മെന്റിനെയോ കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഈ ലോവർ പോർഷന്റെ ഏരിയ കണ്ടാലോ. നെഗറ്റീവിലോട്ട് പോയി കിടക്കുന്ന ആ ഏരിയ ആണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. സോ ഇത് നമ്മൾ A1 എന്ന് വിളിച്ചോളൂ. രണ്ടാമത്തെ ഏരിയ A2 എന്നായിക്കോട്ടെ. അവിടെയും ഹാഫ്. വീണ്ടും ബേസ് എത്ര? പെട്ടെന്ന് പറഞ്ഞേ. യെസ്, ബേസ് 20 മുതൽ 40 വരെ. 20 മുതൽ 40 വരെ എന്ന് പറയുമ്പോൾ വീണ്ടും 20 അല്ലേ? യെസ്. ഇതിന്റെ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കിടക്കുന്നത് 5ലേക്കും അല്ലേ? യെസ്, 5 ഓർ -5, 5 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു 5 which is again equal to 50 meter. സോ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാണുക? ഡിസ്റ്റൻസ് കാണാൻ ഈ രണ്ട് വാല്യൂവും നമ്മൾ നേരെ കൂട്ടിയാൽ മതി. സോ 50 + 50 that is equal to 100 meter. ഇതായിരിക്കും ഡിസ്റ്റൻസ്. എന്തായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് വാല്യൂവും ഈ താഴോട്ട് കിട്ടുന്ന വാല്യൂവും പരസ്പരം മൈനസ് ചെയ്യണം. മൈനസ് ഇസ് വെരി ക്ലിയർ. 50 ആണ് മൈനസ് ചെയ്യുന്നത്. സോ ദ ആൻസർ വിൽ ബി 0. നമ്മളോട് ആക്ച്വലി ഡിസ്പ്ലേസ്മെന്റ് അല്ല ചോദിച്ചത്, ആവറേജ് വെലോസിറ്റി അല്ലേ? യെസ്, വെലോസിറ്റി കാണാൻ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വേണമല്ലോ അല്ലേ? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വി ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം എന്നല്ലടാ ഇക്വേഷൻ. ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓൾറെഡി 0 അല്ലേ? അപ്പൊ 0/ടൈം എന്ന് എഴുതേണ്ട കാര്യമില്ലല്ലോ. 0/ടൈം എന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയാണ്? 0 തന്നെയായിരിക്കും. സോ എന്തൊക്കെയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? നമ്മളോട് ചോദിച്ചത് വാട്ട് ആർ ദ ടോട്ടൽ ഡിസ്റ്റൻസ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് 100 ആണ്. പിന്നെ ചോദിച്ചത് ആവറേജ് വെലോസിറ്റി, അത് ഡിസ്പ്ലേസ്മെന്റിലൂടെ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 0 എന്നും കിട്ടി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 100 മീറ്റർ ആൻഡ് 0. 100 മീറ്റർ ആൻഡ് 0 ഓപ്ഷൻ സിയിലാണ് കാണുന്നത്. സോ ഓപ്ഷൻ സി. സോ ഇതും ആ ന്യൂ പാറ്റേണിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ ഒരു കോൺസെപ്റ്റ് കിട്ടാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A gas balloon is going up with constant velocity 10 meter per second. When this balloon is reached a height of 75 meters. So ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ, പ്രത്യേകിച്ച് മെക്കാനിക്സിലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഇക്വേഷൻ മാത്രം അങ്ങ് അപ്ലൈ ചെയ്ത് എല്ലാ പ്രോബ്ലവും ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഫിസിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. നമുക്ക് മുന്നിൽ ആ സിറ്റുവേഷനെ കാണാൻ നമുക്ക് പറ്റണം. പ്രത്യേകിച്ച് യൂണിഫോം മോഷനും ആക്സിലറേറ്റഡ് മോഷനും മിക്സ്ഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പലപ്പോഴും ഇവിടെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു സിംഗിൾ ഇക്വേഷനിലൂടെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. സോ ഈ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നിങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്തേ. എന്താ നിങ്ങൾ പറയുന്നത്? നോക്കിക്കോളൂ. ഗ്യാസ് ബലൂൺ ഈസ് ഗോയിങ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. സോ ഒരു ബലൂൺ ഇങ്ങനെ മുകളിലോട്ട് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഒരു ബലൂൺ ഇതാ ഇങ്ങനെ മുകളിലോട്ടേക്ക് പോകുന്നു വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ യൂണിഫോം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ അത് പോയി 75 മീറ്റർ ഹൈറ്റിലേക്ക് എത്തുന്നു. സോ ഗ്രൗണ്ടിൽ നിന്നും ഇപ്പോൾ അത് നിൽക്കുന്നത് എവിടെയാ മക്കളെ?
75 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ ആ ബലൂൺ ഉള്ളത്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം ഇറ്റ്. അങ്ങനെ 75 മീറ്ററിൽ 10 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബലൂണിൽ നിന്ന് അവിടെ നിന്നാണ് സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നത്. സാധാരണ ഡ്രോപ്പ് എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് എന്താ, ഒരു ബോഡിയെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും ഓക്കെ ഇനീഷ്യൽ വെലോസിറ്റി 0. അത് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഇത് ഓൾറെഡി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബലൂണാണ്. ആ ബലൂണും ബലൂണിന്റെ അകത്തുള്ള സ്റ്റോണും എല്ലാം ഓൾറെഡി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എത്ര സ്പീഡിൽ? 10 മീറ്റർ പെർ സെക്കൻഡിൽ. അപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ആ സ്റ്റോണ് ആദ്യം 10 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലോട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കും. ബട്ട് അത് ബലൂണിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഉറപ്പായിട്ടും അതിന് നെഗറ്റീവ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യും. അങ്ങനെ അത് ഇച്ചിരി മേലോട്ടേക്ക് പോയതിന് ശേഷം അത് നേരെ ഗ്രൗണ്ടിലോട്ടേക്ക് വീഴും. ഇതാണ് സംഭവിക്കുക. സോ നമുക്ക് ക്വസ്റ്റ്യന്റെ ബാക്കിയൊന്ന് വായിച്ചു നോക്കാം. A stone is dropped from it and balloon keeps moving up with the same velocity. അപ്പോൾ സ്റ്റോൺ അങ്ങ് വിട്ടപ്പോഴും ബലൂൺ ഇങ്ങനെ അതേ സ്പീഡിൽ മേലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. The height of the balloon when the stone hits the ground. ഈ കല്ല് വന്ന് താഴെ വീഴുമ്പോൾ ഈ ബലൂണിന്റെ ഹൈറ്റ് എത്ര എന്നാണ് ചോദ്യം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ എന്താ ക്വസ്റ്റ്യന്റെ കോണ്ടെക്സ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കല്ല് വന്ന് താഴെ വീണപ്പോൾ ബലൂൺ എവിടെയെന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മൾ എന്താ കാണേണ്ട മക്കളെ? നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞിട്ടില്ല. അത് ആലോചിക്കാനുള്ള ഒരു സെൻസ് നമുക്ക് വേണം. ഈ സ്റ്റോൺ താഴെ വീഴാൻ ഒരു സമയം എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആക്ച്വലി നമ്മൾ കാണേണ്ടത് എന്താ? ഈ സ്റ്റോൺ താഴേക്ക് എത്താൻ എത്ര സമയം എടുക്കും? അത്രയും സമയവും ബലൂൺ ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ സമയം കണ്ടുപിടിച്ചാൽ മാത്രമല്ലേ നമുക്ക് ഈ ബലൂൺ ഇനി എത്ര മേലോട്ടേക്ക് പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് ഈ കല്ല് താഴെ എത്താൻ എത്ര സമയമെടുക്കും. വളരെ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, അതിനെ കുറിച്ച് നമ്മൾ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. ബട്ട് അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ടൈം ടേക്കൺ ബൈ സ്റ്റോൺ ടു റീച്ച് ഗ്രൗണ്ട്. അതാണ് കാണുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ടോട്ടൽ ഇവിടുന്ന് വിട്ടതിന് ശേഷമുള്ള ഈ ബോഡിയുടെ മൂവ്മെന്റ് നോക്കുമ്പോൾ നമ്മൾ എഴുതുന്നു S = UT + ½ AT². ഇവിടുന്ന് തുടങ്ങിയ സ്റ്റോൺ ഇവിടെയല്ലേ എത്തിയത്? മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. ബട്ട് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും അത് അവസാനം ഇവിടെയാണ് എത്തിയത്. എന്ന് വെച്ചാൽ ഈ 75 മീറ്റർ അല്ലേ അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ബട്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കൊടുക്കുന്നു -75. ദാറ്റ് ഈസ് ഈക്വൽ ടു യു എത്രയാ? ഇനീഷ്യൽ വെലോസിറ്റി. ഈ സ്റ്റോൺ മുകളിലോട്ട് പൊയ്ക്കൊണ്ടാണ് താഴോട്ട് വീണത്. സോ ഇനീഷ്യൽ വെലോസിറ്റി 10 × t. ആ ടി ആണ് നമുക്ക് കാണേണ്ടത്. മൈനസ്, എന്തുകൊണ്ടാണ് മൈനസ് വരുന്നത്? ആ സ്റ്റോൺ ആദ്യം മുകളിലോട്ടല്ലടാ പോകുന്നത്. മുകളിലോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ നെഗറ്റീവ് എടുക്കണ്ടേ. അപ്പോൾ -10 എടുത്തോളൂ. -12 × a എന്നുള്ളതിന് പകരം 10 × t². അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയിരിക്കുകയാണ്. ഒരു ടിയുടെ ഫംഗ്ഷൻ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് അതിൽ നിന്നും ടി കാണണം. നോക്കാം. -75 = 10t - 5t². അത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ 5t² - 10t - 75 = 0 എന്നതിൽ കൂടെ നമുക്ക് മൊത്തത്തിൽ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? ഞാൻ അടുത്തൊരു പേജിലേക്ക് എഴുതാം. മൊത്തത്തിൽ നമ്മളൊന്ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ t², ഓക്കെ, മൈനസ് 10t 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2t, ഓക്കെ, -75 അത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -15. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ടി കണ്ടുപിടിക്കാൻ നമ്മുടെ സൊല്യൂഷൻ ഇങ്ങനെയായിരുന്നു. -b ± √b² - 4ac / 2a. ഇതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതല്ലേ അല്ലേ? ഇത്തരത്തിലുള്ള ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അൺനോണിനെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ -b എന്ന് പറയുന്നത് 2 ആയിരിക്കും. ± √2² is 4 -4 × 1 × -15. സോ ഇത് +15 ആയി മാറുന്നുണ്ട്. ഡിവൈഡഡ് ബൈ 2 × 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ± 4 × 15 60 ആണ്. √64 8 വരും. 8 / 2 2 + 8 10/2. ദാറ്റ് ഈസ് ഈക്വൽ ടു
5 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ എന്താ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്? ആ ബലൂണിൽ നിന്ന് സ്റ്റോൺ ഡ്രോപ്പ് ആയപ്പോൾ അത് മുകളിൽ പോയി ഗ്രൗണ്ടിലേക്ക് എത്താൻ ടോട്ടലി 5 സെക്കൻഡ് എത്തിയിട്ടുണ്ട്. അത്രയും സമയവും ഈ ബലൂൺ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? എത്ര സ്പീഡിൽ? 10 മീറ്റർ പെർ സെക്കൻഡിൽ. അപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് ബലൂൺ എത്ര മേലോട്ടേക്ക് പോയിട്ടുണ്ടാവും? നമുക്കത് നോക്കാം. Therefore, distance traveled by balloon എപ്പോ? in 5 സെക്കൻഡ്. 5 സെക്കൻഡ് കൊണ്ട് അത് പോയത് S equal to V into T. That is equal to 10 into 5, 50 meter. ഓൾറെഡി 75 മീറ്റർ ഹൈറ്റിലാണ് ബലൂൺ ഉള്ളത്. അവിടെ നിന്ന് വീണ്ടും ഒരു 50 മീറ്റർ മുകളിലോട്ടേക്ക് പോകുന്നു. സോ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 75 പ്ലസ് 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 125 മീറ്റർ. സോ ആൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാം, 125. സോ മെക്കാനിക്സിലെ കോൺസെപ്റ്റുകൾ വളരെ ക്ലിയർ ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യൂണിഫോം മോഷനും ആക്സിലറേറ്റഡ് മോഷനും മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2 cars are traveling towards each other at speed of 20 meter per second each. So ഒരു കാർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, നെക്സ്റ്റ് കാർ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടുവാർഡ്സ് ഈച്ച് അതർ അറ്റ് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് 20 മീറ്റർ പെർ സെക്കൻഡിൽ. വെൻ ദ കാർസ് ആർ 300 മീറ്റർ അപ്പാർട്ട്, ഇത് രണ്ടും തമ്മിൽ ഇപ്പോൾ 300 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ബോത്ത് the drivers apply brakes and the cars retard at the rate of 2 meter per second square. So രണ്ടും ഡീസിലറേറ്റഡ് മോഷനിലേക്ക് വരികയാണ്. രണ്ടിനും ആക്സിലറേഷൻ -2 meter per second square ബോത്ത് കാറിന് അപ്ലൈ ചെയ്യപ്പെടുന്നു. ക്വസ്റ്റ്യൻ, the distance between them when they come to rest. ഉറപ്പായിട്ടും ഈ കാറ് സ്ലോ ഡൗൺ ആവുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആകും. അതേപോലെ ഈ കാറും സ്ലോ ഡൗൺ ആവുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആകും. അപ്പോൾ അവർക്കിടയിൽ ആദ്യം 300 മീറ്റർ ഉണ്ടായിരുന്നു, സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അവർക്കിടയിൽ എത്ര ദൂരം എന്നാണ് കാണേണ്ടത്. സോ നമുക്കിവിടെ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടി വരിക? ഉറപ്പായും റിലാറ്റീവ് മോഷൻ ആണ്. 2 cars മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, ദേ മൂവിങ് ടുവാർഡ്സ് ഈച്ച് അതർ ആണ്. സോ റിലാറ്റീവ് മോഷൻ ആണ്. റിലാറ്റീവ് വെലോസിറ്റി, റിലാറ്റീവ് മോഷൻ എന്ന് പറയുന്നത് വീണ്ടും ഈ ചാപ്റ്ററിലെ അവസാന ഭാഗത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ നമുക്ക് റിലാറ്റീവ് മോഷൻ കൺസിഡർ ചെയ്യാം. എന്തായിരിക്കും ഇവരുടെ റിലാറ്റീവ് വെലോസിറ്റി? 20യും 20യും ഓപ്പോസിറ്റ് വന്നാൽ ദാറ്റ് വിൽ ബി 40. ഓക്കെ, റിലാറ്റീവ് ആക്സിലറേഷൻ എന്തായിരിക്കും? രണ്ട് ആക്സിലറേഷനും കൂടെ -2 വന്നു കഴിഞ്ഞാൽ -4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. റിലാറ്റീവ് മോഷനിൽ ഫൈനലി ബോഡികൾ റെസ്റ്റിലേക്കാണ്. സോ ദ ഫൈനൽ വെലോസിറ്റി വിൽ ബി 0. ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. യു എന്ന് പറയുമ്പോൾ റിലാറ്റീവ് യു ആണ്. റിലാറ്റീവ് യു 20 and 20 40 സ്ക്വയർ വിച്ച് ഈസ് 1600 മൈനസ് 2 ഇൻറ്റു റിലാറ്റീവ് ആക്സിലറേഷൻ ഈസ് -2 and -2 becomes -4. ദാറ്റ് ഈസ് 4 ഇൻറ്റു എസ് എന്ന് പറയുന്നതായിരിക്കും അത് റിലാറ്റീവ്ലി ട്രാവൽ ചെയ്ത ദൂരം. ശരിയല്ലേ? സോ നമുക്ക് ഈ 24s ഇപ്പുറത്തേക്ക് 8s ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ 8s ഈക്വൽ ടു 1600 എന്ന് പറയാം. സോ എസ് ഈസ് ഈക്വൽ ടു 1600 divided by 8 which is equal to 200 meter. എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ആവുന്നതിന് മുന്നേ ഈ രണ്ട് കാറും കൂടെ 200 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. നമ്മളോട് ചോദ്യം എന്താ? അവർ തമ്മിൽ ഇപ്പോൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നല്ലേ സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? ഇനീഷ്യലി അവർ തമ്മിൽ 300 മീറ്റർ ഡിസ്റ്റൻസ് അല്ലേ ഉണ്ടായിരുന്നത്. ഇവരിപ്പോൾ രണ്ടുപേരും കൂടെ ഒരാളല്ലേ, രണ്ടുപേരും കൂടെ 200 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. സോ റിമൈനിങ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? റിമൈനിങ് ഡിസ്റ്റൻസ് 100 മീറ്റർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് അനദർ വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ദ ആൻസർ വിൽ ബി 100 മീറ്റർ. സോ ഇവിടെ ഒക്കെ എന്താണ് നമ്മൾ കാണേണ്ടത്, എന്താണ് ആ ഫിസിക്കൽ കോണ്ടെക്സ്റ്റ്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം ക്വസ്റ്റ്യനിലേക്ക് പോകുക. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. X and Y coordinates of a projectile as a function of time are given as 24t and 43.6t minus 4.9t square. So ഇത് രണ്ട് കോർഡിനേറ്റ്സ് ആണ്. ഒന്നിന് നമുക്ക് x എന്ന് എടുക്കാം which is equal to 24t. The next one is y, that is equal to 43.6t minus 4.9t square. Okay. Then the angle in degrees made by the projectile with horizontal when t equal to 2 seconds. സോ ഹൊറിസോണ്ടൽ ഒരു പ്രൊജക്ടൈൽ മോഷൻ ആണ്. പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പിക്ചറൊക്കെ ഒന്ന് ഓർത്ത് നോക്കാം. സി ദിസ് ഈസ് ഗ്രൗണ്ട് ലെവൽ. നമ്മൾ ഇവിടുന്ന് ഒരു പ്രൊജക്ടൈൽ ത്രോ ചെയ്ത് തുടങ്ങുകയാണ്. ആ പ്രൊജക്ടൈൽ ഇങ്ങനെ പോയി ഒരു പ്രൊജക്ടൈൽ പാത്തിലൂടെ ഗ്രൗണ്ടിലേക്ക് വന്ന് വീഴുകയാണ്. ഇനീഷ്യൽ ആംഗിൾ ആണ്
ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്നറിയപ്പെടുന്ന തീറ്റ. ബട്ട് നമുക്കറിയാം ഈ പ്രൊജക്ടൈൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി, എസ്പെഷ്യലി വെർട്ടിക്കൽ വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അതോടൊപ്പം ആംഗിളും മാറും. ബിക്കോസ് ഈ ബോഡി കുറച്ച് കഴിഞ്ഞ് ഇവിടെ എത്തി എന്ന് വിചാരിച്ചോളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇവിടുത്തെ ടാൻജന്റ് ഇങ്ങനെയാണ്. ഇനീഷ്യലി അതിന്റെ ടാൻജന്റ് വേറൊരു ടാൻജന്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഇവിടെ വളരെ ക്ലിയർ ആണ്. ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതായിരുന്നു ഇനീഷ്യൽ ആംഗിൾ, ഇനീഷ്യൽ ടാൻജന്റ് മേക്ക് ചെയ്ത ആംഗിൾ. ഡെഫിനറ്റ്ലി കുറച്ച് കഴിയുമ്പോൾ വെലോസിറ്റിയുടെ ആ ആംഗിൾ മാറുന്നുണ്ട്. ആ ആംഗിൾ ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മളോട് ചോദിക്കുന്നത് 2 സെക്കൻഡിന് ശേഷം ആ ആംഗിൾ എത്രയായിരിക്കും എന്നാണ്. സോ ഇത് ഇവിടുന്ന് ഇവിടെ എത്താൻ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ എത്താൻ എടുത്തിരിക്കുന്ന സമയമാണ് 2 സെക്കൻഡ്. അപ്പൊ ആക്ച്വലി നമുക്ക് എന്താ കാണേണ്ടത്? ആഫ്റ്റർ 2 സെക്കൻഡ് ഈ വെലോസിറ്റിയും അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ സുഖമാണ്. ഈ ആംഗിൾ നമ്മൾ ഒരു ലേറ്റർ ആംഗിളിനെ പലപ്പോഴും നമ്മൾ ആൽഫ എന്നാണ് നൊട്ടേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ വെലോസിറ്റി കിട്ടണം. കോൺസെപ്റ്റ് ശരിക്കും നോക്കണേ. എന്താ ആക്ച്വലി തന്നിരിക്കുന്നത്? 2 പൊസിഷൻ ഫങ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കാണുക. വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിഫറൻഷിയേഷൻ ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. സോ വാട്ട് ഈസ് വി എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച്. 2040 നമ്മൾ d/dt ചെയ്താൽ ഡെഫിനറ്റ്ലി അത് 24 എന്നായിരിക്കും കിട്ടുക. റെഡി. എന്തായിരിക്കും വി വൈ? വെലോസിറ്റി അലോങ് വൈ. അപ്പോൾ അവിടെ നമുക്ക് വൈയിൽ തന്ന ആ ടൈം ഫംഗ്ഷനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. 43.60 ഡെറിവേറ്റീവ് എടുത്താൽ it will be 43.6 minus 4.9 t square, that is 4.9 into 2t, which is equal to 9.8 t. Okay, so after 2 second എന്തായിരിക്കും വി വൈ? ആഫ്റ്റർ 2 സെക്കൻഡ് വി വൈ എന്ന് പറയുന്നത് 43.6 മൈനസ് 9.8 ഇൻറ്റു 2 എന്നാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും 24. സോ എക്സിലെ കോമ്പോണന്റ് വാല്യൂ വെലോസിറ്റി അലോങ് എക്സ് 24 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് ആഫ്റ്റർ 2 സെക്കൻഡ് വെലോസിറ്റി അലോങ് വൈ ഈസ് അഗെയിൻ 24 മീറ്റർ പെർ സെക്കൻഡ്. സോ വെക്ടർ കോൺസെപ്റ്റ് അറിയുന്നവർക്ക് ഇത് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. ഈ വാല്യൂ 24, ഈ വാല്യൂം 24. അപ്പോൾ അതിൻ്റെ റിസൾട്ടന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്ന പാരലലോഗ്രാം ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. ബിക്കോസ് ഈ സൈഡും ഈക്വൽ ആണ്. ഇത് രണ്ടും 24 എന്ന് പറയുന്ന വാല്യൂ ആണ്. റിസൾട്ടന്റ് കിട്ടാൻ പാരലലോഗ്രാം കംപ്ലീറ്റ് ആക്കിയാൽ അതൊരു സ്ക്വയർ ആയിരിക്കും. സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ മേക്ക് ചെയ്യുന്നത് 45 ഡിഗ്രി ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി 45. സോ പ്രൊജക്ടൈൽ മോഷനിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളവിടെ കണ്ടത്. സോ ഇത്രയും സമയത്ത് നമ്മൾ ചെയ്തത് മെക്കാനിക്സിലെ, കൈനമാറ്റിക്സിലെ, മോഷൻ വണ്ടിയിലെയും 2Dയിലെയും കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ളിലൂടെ തന്നെ ഒരുപാട് അഡീഷണൽ കാര്യങ്ങൾ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾക്ക് ക്ലിയർ ആയോ? യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടോ? കുറച്ചും കൂടെ ഒരു വെറൈറ്റി പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത്. ബിക്കോസ് കഴിഞ്ഞ വർഷത്തെ നീറ്റിൽ നിന്നും നമ്മൾ കണ്ടത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. സോ ആ ഒരു പാറ്റേൺ ഒക്കെ തന്നെ നമുക്ക് ഈ പ്രാവശ്യവും മേ ബി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോവുക. ഇതുപോലുള്ള മോർ വീഡിയോസ് വീണ്ടും നമ്മൾ ചാനലിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. സോ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി അങ്ങോട്ടേക്കുള്ള എക്സാമിൻ്റെ എല്ലാ ദിവസങ്ങളിലേക്കും കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വീണ്ടും കാണാം. ബൈ.